ഒരുപാട് ഹാജത്തുകൾ മനസ്സിൽ പേറി നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ആ ഹാജത്തുകളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു നടത്തിത്തരും. അള്ളാഹു തആല പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. പ്രിയപ്പെട്ടവരെ, ഈ പറയാൻ പോകുന്ന സൂറത്ത്, ഈ പറയാൻ പോകുന്ന രീതിയിൽ, ഈ പറയാൻ പോകുന്ന എണ്ണത്തിൽ ഇൻഷാ അള്ളാഹ് ഒന്ന് ഓതിയാൽ മതി. ദിവസവും കുല്ല യൗമിൻ, എല്ലാ ദിവസവും അത് പതിവായിട്ട് ഓതണം. അതിനു വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിഅമത്തുകൾ അത് അധികരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലുള്ള ഹാജത്തുകൾ എന്താണെങ്കിലും അത് ഹലാലാകണമെന്ന് മാത്രം, അത് ഉറപ്പായിട്ടും അർഹമുർ റഹീമായ പടച്ച തമ്പുരാൻ ഉറപ്പായും ഈ സൂറത്തിലൂടെ, ഈ ഓതുന്ന എണ്ണത്തിലൂടെ പടച്ച തമ്പുരാൻ എന്ത് ചെയ്തു തരും? ഹാജത്ത് നമ്മൾ അള്ളാഹു തആല നിറവേറ്റി തരും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിറവേറ്റി തരും. അപ്പൊ ഏതാണ് ആ സൂറത്ത്, എത്ര പ്രാവശ്യം ചൊല്ലണം, എങ്ങനെ ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സൂറത്ത് ഓതുന്നത് കൊണ്ടുള്ള മറ്റുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നേട്ടങ്ങൾ അത് ഓതുന്നവർക്ക് കിട്ടും, അതെല്ലാം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഹാജത്ത് നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരം ഉണ്ട്, അറിയോ? ഹാജത്ത് നിസ്കാരം ഹാജത്ത് നിറവേറാൻ അത് ഉപകരിക്കുന്നതാണ് എന്നാണ്. ഹാജത്ത് നിസ്കാരം ഹാജത്ത് നിറവേറാൻ 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത്രേ ഉള്ളൂ. 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഹാജത്ത് അള്ളാഹു തആല എന്ത് ചെയ്തു തരും? ഉറപ്പായിട്ടും ആ ഹാജത്തിനെ വീട്ടി തരും എന്നുള്ളതാണ്. 2 റക്അത്ത് ഹാജത്ത് എന്ന നിയത്തിൽ നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പം അങ്ങനെയും ഹാജത്തുകൾ വീടാൻ കഴിയും. അതുപോലെ ഒരുപാട് ആഗ്രഹ സഫലീകരണത്തിന്, ഹാജത്ത് വീടുന്നതിന് വേണ്ടി, അള്ളാഹു തആല ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസവും അങ്ങനെ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു തആല നമുക്ക് ആവശ്യമുള്ളത് തരുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ളതിനെ അള്ളാഹു പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ തരുന്നതാണ്. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യൂല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ല, നമ്മൾ ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല, ഈ രീതി നമ്മളൊന്ന് ആലോചിച്ചു പോലും ഇല്ല, അള്ളാഹു തആല അതിനെയാണ് തന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ തരും. ഏത് സൂറത്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ഖദർ. നമുക്കൊന്ന് പാരായണം ചെയ്യാം പ്രിയപ്പെട്ടവരെ. സൂറത്തുൽ ഖദർ വലിയ നേട്ടങ്ങൾ നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. ആ സൂറത്തുൽ ഖദറിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം. ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. ലൈലത്തുൽ ഖദർ ഇറങ്ങി വരുന്നതും, ആ ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങി വരുന്നതും, ജിബ്രീൽ ഇസ്ലാം ഇറങ്ങി വരുന്നതും, അതുപോലെ ആ ലൈലത്തുൽ ഖദറിനെ ഇത്ര പ്രതിഫലങ്ങളൊക്കെ ഉണ്ട് എന്ന് വളരെ ഗണ്യമായ രൂപത്തിൽ വ്യക്തതയോടുകൂടി പറയുന്ന സുന്ദരമായ ഒരു സൂറത്താണത്. ഈ സൂറത്തിന് ദിവസവും എത്ര പ്രാവശ്യം പാരായണം ചെയ്യണമെന്ന് പറയാം. അത് പറയാം പ്രിയപ്പെട്ടവർ. ആദ്യം നമുക്ക് ആ സൂറത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്താണ്. ഈ സൂറത്തുൽ ഖദർ ദിവസവും എത്ര പ്രാവശ്യം ചൊല്ലണം അറിയോ പ്രിയപ്പെട്ടവരെ? 360 പ്രാവശ്യം. സദേ, ഇത് ഒരുപാടില്ലേ സാധേ?
പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ദിവസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇടയ്ക്കുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ 360 വട്ടം ഓതാം. ഇനി ഒറ്റ ഇരിപ്പിൽ ഓതാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇനി നേരെ മറിച്ച് അത് പറ്റിയില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ല. 360 പ്രാവശ്യം ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഓതി തീർക്കുക എന്നുള്ളതാണ്. ഓതുമ്പോൾ സൂക്ഷ്മതയോടുകൂടി, ഉളുവോടുകൂടി, ശുദ്ധിയോടുകൂടി, തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഈ ഓതിയതുപോലെയുള്ള രീതിയിലൊക്കെ ഓതുക. അല്ലാതെ ചുമ്മാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങി ഫാസ്റ്റിനുള്ള ഒരു ഓതലാകാൻ പാടില്ല. എന്തൊക്കെയോ ഒരു കർമ്മങ്ങൾ നിർവഹിച്ച് വിടുന്ന പോലെ രീതിയിലാകാൻ പാടില്ല. നല്ല ഈമാനുള്ള ഓത്ത് അള്ളാഹു അത് തരട്ടെ. നമുക്കങ്ങനെ ഓതാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏതായാലും ഈ ഖദർ എന്ന് പറയുന്ന സൂറത്ത് 360 പ്രാവശ്യം ഓതുക, പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്താൽ തനാലു ഹാജത്തക, നീ ഹാജത്തിനെ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹാജത്ത് അവിടെ നിറവേറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. നിന്റെ ഹാജത്ത് അള്ളാഹു തആല നിറവേറ്റി തരും എന്നാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ തനാലു ഹാജത്തക, നിന്റെ ഹാജത്തുകളിലേക്ക് നീ എത്തി. നിന്റെ ആഗ്രഹം അള്ളാഹു തആല എന്താണെങ്കിലും പരിപൂർണമായും സഫലമാക്കി തരും. ദിവസവും 360 പ്രാവശ്യം ഓതൂലേ? ഇൻഷാ അല്ലാഹ് പറയും പ്രിയപ്പെട്ടവരെ. അത് ഉറപ്പായും ഞാൻ ഓതുമെന്ന് കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സിൻ്റെ മുറാദുകളൊക്കെ അള്ളാഹു തആല അറിയട്ടെ. അള്ളാഹുവിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രതിഫലം എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിനക്ക് വേണ്ടതെല്ലാം അള്ളാഹു തആല തരും. റിസ്ഖായി, അഭിവൃദ്ധിയായി, സമ്പത്തായി, നിനക്ക് ആവശ്യമുള്ളതെന്തോ അള്ളാഹു തആല അത് തരും. നീ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ തരും. അതാണ് ഈ സൂറത്തിൻ്റെ വലിയൊരു പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ തരുമെന്ന് പറഞ്ഞില്ല. ഇതാണ് മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹു നീ വിചാരിക്കാത്ത വഴിയിലൂടെ എന്ത് ചെയ്യും? പടച്ചു തമ്പുരാൻ നിനക്ക് തരും. നീ ആഗ്രഹിച്ചതെല്ലാം റബ്ബ് തആല തരും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ തന്നെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ലിറുഅ്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഈ സൂറത്ത് ഉപകരിക്കും എന്നുള്ളതാണ്. മഹത്തുക്കൾ പറയുന്നുണ്ട്, സൂര്യൻ മധ്യാഹ്നത്ത് നിന്ന് നീങ്ങുന്ന ആ സമയമുണ്ടല്ലോ, ഇസാലത്തു ഷംസിൻ്റെ സമയം, ആ സൂര്യൻ മധ്യാഹ്നത്ത് നിന്ന് നീങ്ങുന്ന ഉച്ച കഴിഞ്ഞുള്ള ആ സമയത്തിൽ ഈ സൂറത്ത് 100 പ്രാവശ്യം ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഹബീബായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവന് സ്വപ്നത്തിൽ കാണാം. അങ്ങനെ സ്വപ്നത്തിൽ കണ്ട് അനുഭവിച്ചറിഞ്ഞ, അതിൻ്റെ മാധുര്യങ്ങൾ നുണച്ചറിഞ്ഞ ഏറ്റവും വലിയ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കാണ് പ്രിയപ്പെട്ടവരെ. ചിന്തിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം. അതോടൊപ്പം തന്നെ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഹബീബായ മുത്തുവിനെ സ്വപ്നത്തിലേക്ക് റബ്ബ് തആല കൊണ്ട് തരട്ടെ. അതിന് നമ്മുടെ ഹൃദയം അള്ളാഹു ആദ്യം ശുദ്ധിയാക്കി തരട്ടെ. ഹൃദയശുദ്ധീകരണം എപ്പോഴും വേണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഏതായാലും നമ്മൾ പഠിച്ചു സൂറത്തുൽ ഖദർ 360 പ്രാവശ്യം വളരെ കൃത്യമായി, നിഷ്കളങ്കമായി നമ്മൾ പറയുന്ന രീതിയിൽ ഓതുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. അത് കാരണമായി റബ്ബ് തആല ഒരുപാട് കാര്യങ്ങൾ, നേട്ടങ്ങൾ അള്ളാഹു തആല നമുക്ക് തരും. അതിൽപ്പെട്ടതാണ് ഹാജത്ത് നിറവേറ്റി തരുമെന്നുള്ളത്. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത് നടത്തിത്തരുമെന്ന് പറയുന്നത്. എല്ലാ ആവശ്യങ്ങളും പഠിച്ചവരാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ തന്നെ നടത്തിത്തരുമെന്ന് പറയുന്നത്. എല്ലാം അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ ഖൈറിൻ്റെ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക പ്രിയപ്പെട്ടവരെ. എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.